ഗൂഗിൾ മാപ്പിനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് വന്നതാണ്. കണ്ടില്ലേ? ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹാസന ഡിസ്ട്രിക്റ്റിലെ ഷെട്ടിയള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. നമുക്ക് ഒരു പള്ളി കാണാം. ഈ ഒരു പള്ളി ഗോത്തിക് ആർക്കിടെക്ചർ ബേസിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1860 കാലഘട്ടത്തിൽ ഫ്രഞ്ച് മിഷനറീസ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ചർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവശിഷ്ട ഭാഗങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റിസർവെയർ ഗോറൂർ ഹേമാവതി റിസർവെയർ എന്നാണ് പേര്. 1860 കാലഘട്ടത്തിൽ പണിതിരിക്കുന്ന പള്ളിയാണ് ഇവിടെ കാണുന്നത്. അതായത് ഫ്രഞ്ചുകാർ പണിതിരിക്കുന്ന പള്ളി. അതിനുശേഷം 100 വർഷത്തിന് ശേഷം കൃത്യമായിട്ട് 1960 കാലഘട്ടത്തിൽ ഹേമാവതി റിവറിന് ഒരു ഡാം പണിതു. ആ ഒരു ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു റിസർവെയറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ആ പള്ളി ആ ഡാം പണിതപ്പോൾ മുങ്ങിപ്പോയതാണ് കാണുന്നത്. കണ്ടില്ലേ? ഇപ്പോഴും അതിൻ്റെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പള്ളിയുടെ ഏകദേശം ഒരു സ്ട്രക്ചർ ഭാഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം മഴക്കാലമായെങ്കിൽ വെള്ളം കയറുന്നത് അനുസരിച്ചിട്ട് ഈ പള്ളിയുടെ ഭാഗം മുങ്ങി പോകും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഭാഗം മൊത്തം വെള്ളം കയറിയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ചെന്ന് നല്ല രീതിയിൽ നല്ല ഷോട്ട് നമുക്ക് കിട്ടിയേനെ. പക്ഷേ എന്തോ ഒരു ബാഡ് ലക്ക് എന്ന് പറയാം. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വന്നതാണ്. കണ്ടില്ലേ? ഇപ്പൊ എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഈ വെള്ളത്തിക്കര പോകാനാണ് പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നീന്തി പോവാം. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ ആ ഒരു പള്ളിയുടെ ഇനിയൊരു ഭാഗം കാണാം. കണ്ടില്ലേ? ഞാൻ നേരത്തെ ഇന്നത് അവിടെ കുറച്ച് പേര് നിന്നിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിലാണ് ഞാൻ പോയത്. ഈ റൂട്ടിലല്ല പോകാനുള്ളത്, പക്ഷെ ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ മാപ്പ് ഇതിലൂടെയും കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ അത്യാവശ്യം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു പാലം പോയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ്, വന്ന വഴിയല്ല. തിരിച്ച് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ എനിക്ക് വേറെ വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലതല്ലേ? കണ്ട വഴി എന്താ പറയുക, ഓൾറെഡി വന്ന വഴി ഞാൻ ഓൾറെഡി കണ്ടു വന്നില്ലേ വന്നത്. ഇനി കാണാത്ത വഴി നമുക്ക് കണ്ടു പോവാം. അപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ പാലത്തിക്കര ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലെഫ്റ്റും റൈറ്റും മൊത്തം വെള്ളമാണ്. അങ്ങ് ദൂരെ നമുക്ക് ഒരുപാട് മലനിരകളൊക്കെ ഇങ്ങനെ കാണാം. പാലത്തിൻ്റെ മുകളിൽ വണ്ടി നിർത്താൻ പാടില്ല. പക്ഷെ അങ്ങും അവിടെ ഒരു കാർ നിർത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. ഹലോ, ഇവിടെ നമുക്ക് അതിമനോഹരമായ ഒരു പാടപ്രദേശമാണ് കാണാൻ സാധിക്കുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ? ഇവിടെ ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. ഹലോ, ഇത് ഊട്ടിയല്ല ഗൈസ്, ഇത് സക്ലേശ്പുരമാണ്. അപ്പോൾ ഞാനിപ്പോൾ NH75 ഉള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ വരുന്നത് റോഡ് സൈഡിൽ മറ്റേ ഇഷ്ടികയില്ലേ, ഈ ചുമന്ന ഇഷ്ടിക, ചെറിയ ഇഷ്ടിക. ഈ ഇഷ്ടിക അതിൻ്റെ എന്താ പറയുക, ഒരുപാട് ഇവിടെ നമുക്ക് കാണാം. 1 2 3 4 തെങ്ങ് ഭാഗത്തുണ്ട്. അതായത് ഇവർ ഇതുപോലെ അടുക്കി വിറക് വെക്കാനുള്ള സ്പേസ് പോലെ ഇവിടെ ഉണ്ടാക്കും. എന്നിട്ട് തീ കൊടുത്തിട്ട് ഇതാക്കും. അതായത് ചെളിയൊക്കെ പുരണ്ടിട്ട്, കണ്ടില്ല? ഇപ്പുറത്തെ ചെളിയൊക്കെ പുരണ്ടിട്ട് കിടക്കുന്ന കണ്ടില്ലേ? അങ്ങനെ. പിന്നെ ഇവിടെ നിന്ന് എന്താ പറയുക, ഇവർക്ക് എന്താ പറയുക, പോയ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് മംഗലാപുർ ടു ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ്. ഇത് 3 എഞ്ചിൻ വെച്ചാണ് പോകുന്നത്. ഇതിൽ എനിക്ക് നോക്കിയ പ്രകാരം 2 എഞ്ചിനും വർക്കിങ്ങിലാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ചുരഭാഗത്ത്, അതായത് വെസ്റ്റേൺ ഘാട്ട് സെക്ഷനിലാണ് ഈ ഷീരാടി ചുരം എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഷീരാടി ചുരത്തിൽ നിന്ന്, ആ ചുരം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കയറ്റത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ കയറി വരണം. അപ്പോൾ ഈ വണ്ടി കയറാൻ വേണ്ടിയാണ് ഏകദേശം 3 എഞ്ചിൻ വെച്ചിരിക്കുന്നത്. ഒരു സംഭവം തന്നെയാണ്. ഇതിലൂടെയുള്ള യാത്ര അത് വേറെ വൈബായിരിക്കും കേട്ടോ. കാരണം ഈ ഷീരാടി ചുരത്തിക്കര വരെ നിർത്തുന്ന വെച്ചാൽ റോഡ് എന്ന് പറയുമ്പം മലമുകളിക്കരയാണ് പോകുന്നത്.
വേറൊരു വൈബാണ്. നമുക്ക് മൈൻ റോട്ടിൽ കൂടെ പോകുന്നിടത്ത് നമുക്ക് കാണാം ഈ ട്രെയിനൊക്കെ പോകുന്നത് ആ സൈഡിൽ കൂടെ. അതിലുള്ളൊരു യാത്ര വേറൊരു ഫീലായിരിക്കും. ഇപ്പോൾ ഈ ഒരു ട്രെയിൻ കാറവാർ എന്ന് വിട്ടിട്ട് മാംഗ്ലൂർ ജംഗ്ഷൻ യശ്വന്ത്പുര, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് വരുന്നത്. പിന്നെ ഇതിൽ 2 കോച്ചുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ചില പേർക്ക് അറിയാമായിരിക്കും. വിസ്റ്റ ഡോം എന്ന് പറഞ്ഞിട്ടും, അതായത് 2 കോച്ചാണ് ഇതിലുള്ളത്. നമുക്കൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഈ ഒരു കോച്ച്. നമുക്ക് പെട്ടെന്ന് കാണുന്നതിന് മനസ്സിലാവും. അതായത് അതിവിശാലമായ ഒരു ഗ്ലാസ് ഏരിയയാണ്. നമുക്ക് മോൾ ഭാഗത്തുണ്ട്, അതായത് കാറിൻ്റെ ആ ഒരു സ്കൈ റൂഫ് എന്ന് പറയുന്ന കൂട്ട് തന്നെ ആ ഏറ്റവും മിഡിലായിട്ടല്ല, സൈഡിൽ കോർണറിലായിട്ടുമുണ്ട്. പിന്നെ അതിവിശാലമായിട്ടുള്ള വലിയൊരു ഗ്ലാസിൻ്റെ വിൻഡോ ഉണ്ട്. വിൻഡോ എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ഗ്ലാസിൻ്റെ ആണ്. അപ്പം ഇതിലെന്ന് വെച്ചാൽ ചെയർ, നമുക്ക് ഇരിക്കാൻ പറ്റാവുന്ന ചെയറൊക്കെ എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് ഈ വെസ്റ്റേൺ ഘാട്സിലൊക്കെ വരാൻ നേരത്തുള്ള ആ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റാവുന്ന കൂട്ടാണ് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ ആ റൊട്ടേറ്റിങ് സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നത്. വേറൊരു വൈബായിരിക്കും അതിലൂടെയുള്ള യാത്ര, അതായത് എസ്പെഷ്യലി മൺസൂൺ കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പോഴത്തെ മൺസൂൺ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു ഈ ഒരു ചുരഭാഗം. കാരണം വെച്ചാൽ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് ക്ലോസ്ഡ് ആയിരുന്നു ഈ ഒരു റെയിൽവേയുടെ ഈ ഒരു ഭാഗം നമുക്ക് കാണാം. അപ്പം ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു വൈബാണ്. ഈ ട്രെയിനിൻ്റെ ഷോട്ട് എടുത്തതെന്ന് വെച്ചാൽ ഏകദേശം ഒരു സക്ലേഷ്പുര എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. അതായത് ആസന ഡിസ്ട്രിക്റ്റിൽ വരുന്ന സക്ലേഷ്പുര എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിലുള്ള ട്രാക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു മൈൻ റോഡ് പോയിട്ടുണ്ട്. മൊത്തം കോഫി എസ്റ്റേറ്റ് ആണ് നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്നത്. ഫൈനലി എൻ്റെ സ്വന്തം നാടായ ചാർമാടി എത്തിയിരിക്കുന്നു. നമുക്ക് അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. മഴ ഇന്നില്ലാർന്നു തോന്നുന്നു, അതുകൊണ്ടാണ് ഈ തെളിഞ്ഞ വെള്ളം, ഇല്ലെങ്കിൽ കലക്ക വെള്ളമായിരിക്കും. നല്ല അടിപൊളി, ഇങ്ങനെ പാൽവെള്ളം മാതിരി ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളം വീണ് ഇങ്ങനെ ഓരോ മലനിരകൾ ടച്ച് ചെയ്ത് അതിൻ്റെ അടിവാരത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോവും. എന്നിട്ട് നേത്രാവതി പുഴയിലോട്ട് ചെന്ന് ചേരും. അപ്പം നമുക്കിവിടെ ഒരു അമ്പലം കാണാം. ഈ മലമുകളിൽ മൊത്തം കോടൊക്കെ കയറി കിടക്കുവാണ്. അടിപൊളി. അവിടെയാണ് റോഡ് പോയിരിക്കുന്നത്. അവിടെ വണ്ടി പോകുന്ന കാണാം, നമുക്ക് കണ്ടില്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്ന് കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കോടമഞ്ഞൊക്കെ കയറി വ്യൂ ഒക്കെ അതിൻ്റെ വിസിബിലിറ്റി നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ചെറുതായിട്ട് ഇവിടെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇത് മഞ്ഞിൻ്റെ വെള്ളമായിരിക്കും. എന്നാലും റോഡിന് നനവുണ്ട്. പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ എനിക്ക് എന്താ പറയുക, ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ മേത്ത് വീണില്ല. മഴയേ ഇല്ലായിരുന്നു. അത്രയ്ക്കും ശക്തമായിട്ട് പെയ്തുകൊണ്ടിരുന്ന മഴ ഞാൻ വന്നപ്പം പോയി. താങ്ക് യു. അപ്പോൾ കോടൽ മുങ്ങിയ റോഡിലൂടെ ഇങ്ങനെ ഞാൻ ആസ്വദിച്ച് ഞാൻ മെല്ലെ പോകുന്നു. 32 കിലോമീറ്റർ സ്പീഡാണ്. മാക്സിമം 30-35 ഉള്ളിലാണ് ഞാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ മെല്ലെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്ര നേരം പാട്ട് കേട്ടുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു വൈബായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയിട്ടും വലിയ തിരക്കില്ലല്ലോ റോഡിലൊന്നും. എന്ത് പറ്റി? മറ്റൊരു വണ്ടി കാണാനില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. മൊത്തം കോട കയറി ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ്. അവിടെ കുറച്ച് പേര് നിന്നിട്ടുണ്ട്. അപ്പോൾ റോഡ് ഇങ്ങനെ പോകുന്നു. നമുക്ക് ചെറുതായിട്ട് ഒരു അരുവി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കണ്ടില്ലേ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ കിടപ്പുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് നല്ല അടിപൊളി കാലാവസ്ഥ. തണുപ്പ് എനിക്ക് അത്രയ്ക്കും ഫീൽ ആവുന്നില്ല, എന്താണെന്നറിയില്ല. തണുപ്പ് എനിക്ക് ഈ കാര്യം ഫീൽ ആവുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം എത്ര മണി വരെ? കൃത്യമായിട്ട് 5:27. ഇതാണ് ഈ സ്ഥലം. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടേക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി, തെളിഞ്ഞ് വരേണ്ട സമയമായിരുന്നു. പക്ഷേ മൊത്തം കോടയിൽ മുങ്ങി കിടക്കുക.
അപ്പോൾ ഈ അതിമനോഹരമായ സ്ഥലത്തിൽ നിന്നും ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം, അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ, ടാറ്റാ. നല്ല കാം പ്ലേസ് ആട്ടോ. ഞാൻ എന്താ പറയുക, സംസാരിക്കുന്ന ശബ്ദം പോലും ഇക്കോ അടിക്കുന്നുണ്ട് ആ ഒരു പാറയിൽ നിന്നും. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്താ പറയുക, ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന, ഇല്ലെങ്കിൽ ഈ ഒരു ഫാൾസിൽ നിന്നും, ഫാൾസ് എന്ന് പറയുന്ന ഒരു സ്ട്രീമിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്നും പോകുന്ന ഒരു ചാല് കണ്ടില്ലേ? ഇവിടെ ഒഴുകി അങ്ങ് നല്ല ഗർത്തമാണ് കേട്ടോ, നല്ല കുഴിയുണ്ട് ആ താഴ്ഭാഗത്ത്. ഒന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം കോടയിൽ മുങ്ങി കിടക്കുമല്ലേ. ഹോർണടിക്കല്ലേ ചേട്ടാ. കാര്യമായിട്ട് മഴയില്ല, പക്ഷേ ഇതേക്കൂട്ട് എന്താ പറയുക, കോടമഞ്ഞ് മൂടിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മെല്ലെ പോകാൻ പറ്റുള്ളൂ. കാരണം ഫ്രണ്ടിലെ ടയറും, ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ ടയർ ആൾമോസ്റ്റ് തീർന്ന് ഫ്രണ്ടിൽ. അപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കാണ്. അതും കൂടെ എന്താ പറയുക ഇല്ലാണ്ടായെങ്കിൽ സീനാണ്. നമ്മുടെ KSRTC ബസ് പോയല്ലോ. ഹലോ കർണാടക RTCക്കാരെ, KSRTC കർണാടക KSRTC ബസ് ഒരുപാട് നല്ല നല്ല വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. ചിക്മംഗ്ലൂരിലോട്ട് ഒരു ഇലക്ട്രിക് ബസ്സുണ്ട്, പിന്നെ BMTCയുടെ ഒരുപാട് ടാറ്റയുടെ ഇലക്ട്രിക് ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. കൃത്യം 6:01. അപ്പോൾ ഇനി എന്തായാലും ഇരുട്ടി തുടങ്ങും. അപ്പോൾ നോക്കാം അപ്പോൾ ഇനി ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനി വീണ്ടും വരും. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.